وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من ദസ്സാഹാ. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, രഹസ്യ പരസ്യ മേഖലകളിലഖിലം സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും അംഗീകരിക്കുക, ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ, സൂറത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ സ്വീകരിക്കാൻ തയ്യാറാവുക. വല്ല കൽപ്പനകളിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പടച്ച തമ്പുരാനോട് പക്ഷാതപിച്ച് മടങ്ങി ഇനിയുള്ള ശിഷ്ടജീവിതം ഖുർആനിനും സുന്നത്തിനും അനുസരിച്ചാക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുക. അതിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലൂടെ 24-ാം അധ്യായമായ സൂറത്തുൻ നൂറിൽ നിന്ന് തുടക്കം കുറിച്ച ഈ പഠനം 90-ാമത്തെ അധ്യായം അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് 91-ാമത്തെ സൂറത്തു ഷംസ് നാം പഠിക്കാൻ ആരംഭിക്കുകയാണ്. സൂറത്തു ഷംസിൽ 15 ആയത്തുകളാണുള്ളത്. ഷംസ് എന്ന പദം വിശുദ്ധ ഖുർആനിൽ പലതവണ വന്നിട്ടുള്ളതാണ്. നമ്മളൊക്കെ പല സൂറത്തുകളിൽ പഠിച്ച ഒരു പദം കൂടിയാണ് ഷംസ്, സൂര്യൻ എന്നാണ് അർത്ഥം. ആകെ 15 ആയത്തുകളാണുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. മറ്റു കഴിഞ്ഞ സൂറത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയതുപോലെ വളരെ പ്രധാനമായ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ, നമ്മെ പഠിപ്പിക്കുവാൻ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട് ആ വിഷയം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് സൂറത്തുകളിലൊക്കെ നാം മനസ്സിലാക്കി. വളരെ പ്രധാനമായ വിഷയങ്ങൾ പറയാനാണ് അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നത്. എന്തൊക്കെയാണ് ആ സത്യങ്ങൾ? ആ സത്യങ്ങൾ കഴിഞ്ഞിട്ട് ഏത് കാര്യമാണ് അല്ലാഹു തആല ഗൗരവത്തോടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? ഇൻഷാ അല്ലാഹ് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാ. വശംസി വളുഹാഹാ. ആദ്യമായി അല്ലാഹു സത്യം ചെയ്യുന്നത് വ സത്യത്തിന്റെ അക്ഷരമാണ്. വ സത്യം. എന്ത് സത്യം? അശംസ്, സൂര്യൻ തന്നെയാണ് സത്യം. വളുഹാഹ, ളുഹാഹ അതിൻ്റെ ശോഭയും അതിൻ്റെ പൂർവാഹനവും തന്നെയാണ് സത്യം. അതിൻ്റെ പ്രഭയും തന്നെയാണ് സത്യം. സൂര്യനും അതിൻ്റെ പ്രഭയും തന്നെയാണ് സത്യം. അടുത്ത സത്യം വൽ ഖമരി ഇദാ തലാഹാ. ഖമർ ചന്ദ്രൻ,
വൽ ഖമർ, ചന്ദ്രൻ തന്നെയാണ് സത്യം. ഇദാ തലാഹ, അതിനോട് തുടർന്ന് വരുമ്പോൾ. ഏതിനോട്? ഷംസിനോട് തുടർന്ന് വരുമ്പോൾ. സൂര്യൻ വിശദീകരണം ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രൻ തന്നെയാണ് സത്യം. ആ ചന്ദ്രൻ സൂര്യനോട് തുടർന്ന് വരുമ്പോൾ. അടുത്ത സത്യം വന്നഹാരി ഇദാ ജല്ലാഹ, സൂര്യൻ, ചന്ദ്രൻ, വന്നഹാർ, പകൽ തന്നെയാണ് സത്യം. നഹാർ പകല്. ഇദാ ജല്ലാഹ, അത് അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ. ഏതിനെ? സൂര്യൻ പകലിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ. അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ പകൽ തന്നെയാണ് സത്യം. നാലാമത്തെ സത്യം വല്ലൈലി ഇദാ യഗ്ശാഹ, ലൈല് രാത്രി. നഹാർ പകൽ, ലൈല് രാത്രി, ഷംസ് സൂര്യൻ, ഖമർ ചന്ദ്രൻ, ളുഹ ശോഭ, തലാഹ തല തുടർന്ന് വരിക, ജല്ല പ്രത്യക്ഷപ്പെടുത്തുക, യഗ്ശാഹ വല്ലൈലി രാത്രി തന്നെയാണ് സത്യം. ഇദാ യഗ്ശാഹ, അതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. 4 സത്യമായി 4 ആയത്തുകളിൽ. അഞ്ചാമത്തെ സത്യം വസ്സമാഇ വമാ ബനാഹ, വസ്സമാ ആകാശം തന്നെയാണ് സത്യം. വമാ ബനാഹ, അതിനെ സ്ഥാപിച്ചതും തന്നെയാണ് സത്യം. അല്ലെങ്കിൽ അതിനെ സ്ഥാപിച്ച മഹാശക്തിയും തന്നെയാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദിവസവും കാണുന്ന മഹാത്ഭുതങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല ചില കാര്യങ്ങൾ പറയാം. ആ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല പറയുന്നത് വസ്സമാഇ വമാ ബനാഹ, ആകാശവും അതിനെ സ്ഥാപിച്ച മഹാശക്തിയും തന്നെയാണ് സത്യം. അതാരാ മഹാശക്തി? റഹ്മാനായ റബ്ബാണ്, അല്ലാഹുവാണ്, സംശയമില്ല. ആറാമത്തെ സത്യം വൽ അർളി വമാ ത്വഹാഹ, വൽ അർളി ഭൂമി തന്നെയാണ് സത്യം. വമാ ത്വഹാഹ, അതിനെ പരത്തിയതും. ഭൂമിയെ പരത്തിയ ആ മഹാശക്തി തന്നെയാണ് സത്യം. ആകാശം, ആ ആകാശത്തിനെ സ്ഥാപിച്ച മഹാശക്തിയായ അല്ലാഹു തന്നെയാണ് സത്യം. 6 സത്യങ്ങളായി ആകാശം, ഭൂമി. അടുത്തത് 7ാമത്തെ സത്യം വനഫ്സിൻ വമാ സവ്വാഹ, വനഫ്സ്, നഫ്സ് ആത്മാവ്, അല്ലെങ്കിൽ ഒരു ആള് തന്നെയാണ് സത്യം, ആത്മാവ് തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ഘടന ഒപ്പിച്ച് ശരിപ്പെടുത്തിയ ആ മഹാശക്തി തന്നെയാണ് സത്യം. സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയ, സമപ്പെടുത്തിയ. ഓരോ ശരീരത്തിനെയും അതിൻ്റെ ഘടനകൾ എവിടെ വെക്കണം അവിടെ തന്നെ വെച്ച് കൃത്യമായി മനുഷ്യന്റെ ഘടന അതിനെ ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും സമപ്പെടുത്തുകയും ചെയ്ത മഹാശക്തി തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ഫഅൽഹമഹാ, എന്നിട്ട് അവൻ അതിന് തോന്നിപ്പിച്ചു കൊടുത്തു. ആര്? ആ മഹാശക്തിയാകുന്ന റബ്ബ് തആല ആ നഫ്സിന്, ആ ആത്മാവിന് തോന്നിപ്പിച്ചു കൊടുത്തു. എന്തിനെ? ഫുജൂർ, അൽഹമ, ഇൽഹാമ്, തോന്നിപ്പിക്കുക. അല്ലാഹു തആല ഓരോ ആത്മാവിനെയും സൃഷ്ടിക്കുകയും എന്നിട്ട് ഓരോ ശരീരത്തിൻ്റെയും ഘടനകളെ കൃത്യമായി ശരിപ്പെടുത്തുകയും ചെയ്തെന്ന് മാത്രമല്ല, ഫഅൽഹമഹ, എന്നിട്ട് ആ മഹാശക്തിയാകുന്ന റബ്ബ് തആല ആ നഫ്സിന്, ശരീരത്തിന്, ആത്മാവിന് തോന്നിപ്പിച്ചു കൊടുത്തു. എന്തിനെ? ഫുജൂർ, തോന്നിവാസം. ആ ശരീരത്തിന്റെ തോന്നിവാസം. എന്തൊക്കെയാണ് തെറ്റായ കാര്യങ്ങൾ? അത് വളരെ കൃത്യമായി അവന് തോന്നിപ്പിച്ചു കൊടുത്തു. ഇന്നതൊക്കെ തെറ്റാണ്. ഇന്ന് തെറ്റ് ചെയ്യുന്ന ആളുകൾക്കും അറിയാം താൻ ചെയ്യുന്നത് തെറ്റാണെന്ന്, അല്ലേ? ശരിയാണെന്ന് മനസ്സിലാക്കി ഇത് നല്ലൊരു കാര്യമാണ് എന്ന് വിചാരിച്ച് ആരും കക്കുന്നില്ല, ആരും കളവ് പറയുന്നില്ല, ആരും കള്ളു കുടിക്കുന്നില്ല, ആരും മോഷ്ടിക്കുന്നില്ല. എല്ലാവർക്കും അറിയാതെ തെറ്റാണെന്ന്.
അപ്പൊ ഓരോ ശരീരത്തെയും ശരിപ്പെടുത്തുകയും സമപ്പെടുത്തുകയും ചെയ്തിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഫഅൽഹമഹാ ഫുജൂറഹാ, എന്നിട്ട് അതിന്റെ തെറ്റായ കാര്യങ്ങളും തോന്നിവാസമായ ദുർനടപ്പായ കാര്യങ്ങളും അതേപോലെ വതഖ്വാഹാ, അതിന്റെ ഭയഭക്തിയും ആ മഹാശക്തിയാകുന്ന റബ്ബ് തആല തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഏതാണ് ശരി, ഏതാണ് സത്യം എന്ന് കൃത്യമായി അത് അവന് മനസ്സിലാക്കി കൊടുക്കുകയും അതവനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായ 7 സത്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ, അള്ളാഹു നമ്മോട് ഈ സത്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും കാണുന്ന ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട്, വലിയ ദൃഷ്ടാന്തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഏതൊക്കെയാണ് ദൃഷ്ടാന്തങ്ങൾ? ഒന്ന് സൂര്യനാണ്, രണ്ടാമത്തത് ചന്ദ്രനാണ്, മൂന്നാമത്തത് പകലാണ്, 4 രാത്രിയാണ്, അഞ്ചാമത്തത് ആകാശമാണ്, ആറാമത്തത് വൽ അർള് ഭൂമിയാണ്, ഏഴാമത്തത് വനഫ്സ് ആത്മാവാണ്. ഇതിനെയൊക്കെ സത്യം ചെയ്തുകൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ച ആ മഹാശക്തിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താണ്? ഖദ് അഫ്ലഹ, ഖദ് തീർച്ചയായും, അഫ്ലഹ വിജയിച്ചിരിക്കുന്നു, ഖദ് അഫ്ലഹ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, മൻ സക്കാഹാ അതിനെ പരിശുദ്ധമാക്കിയവൻ. ഏതിനെ പരിശുദ്ധമാക്കിയവൻ? അള്ളാഹു നമുക്ക് നഫ്സ് തന്നു, അള്ളാഹു നമുക്ക് ആത്മാവ് തന്നു, അതിനെ അള്ളാഹു തആല ശരിപ്പെടുത്തി. എന്നിട്ട് ഏതാണ് തെറ്റ്, ഏതാണ് സത്യം എന്ന് അള്ളാഹു തആല നമുക്ക് തോന്നിപ്പിച്ചു തരുകയും ചെയ്തു. ഇനി അള്ളാഹു പറയുന്ന ഖദ് അഫ്ലഹ മൻ സക്കാഹാ, തീർച്ചയായും ആ ആത്മാവിനെ, ഹൃദയത്തിനെ ആര് പരിശുദ്ധമാക്കിയോ അവൻ ഭാഗ്യം പ്രാപിച്ചവനാണ്, അവൻ വിജയിച്ചവനാണ്. ഹൃദയം നന്നായവനാണ് വിജയിക്കുക. വഖദ് ഖാബ മൻ ദസ്സാഹാ, വഖദ് ഖാബ, വഖദ് തീർച്ചയായും, ഖാബ പരാജയപ്പെടുകയും ചെയ്തു, അഫ്ലഹ വിജയിച്ചു, ഖാബ പരാജയപ്പെട്ടു. സക്ക പരിശുദ്ധമാക്കിയവൻ, അതിന് നേർ വിപരീതം മൻ ദസ്സാഹാ അതിനെ കളങ്കപ്പെടുത്തിയവൻ. ആത്മാവിനെ ആരാണോ കളങ്കപ്പെടുത്തിയത്, ഹൃദയത്തിനെ ആരാണോ മലിനമാക്കിയത്, അവൻ പരാജയപ്പെട്ടു. ആരാണോ മനസ്സിനെ, ആത്മാവിനെ, ഹൃദയത്തിനെ പരിശുദ്ധമാക്കിയത്, അവൻ ഭാഗ്യം പ്രാപിച്ചവനാണ്, അവൻ വിജയിച്ചവനാണ് എന്ന കൃത്യമായ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഏത് സമയത്തും നാം ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു കാര്യമാണ് അല്ലാഹു തആല ഈ സത്യം ചെയ്തുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം പ്രാപിച്ചവനാണ്, വിജയിച്ചവനാണ്. ആ ആത്മാവിനെ കളങ്കപ്പെടുത്തിയവൻ, അതിനെ മലിനമാക്കിയവൻ, ഹൃദയ രോഗങ്ങൾ ഉള്ളവനായി മാറിയാൽ അവൻ തീർച്ചയായും പരാജയപ്പെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയപ്പെട്ട സഹോദരൻ, ഈ ആയത്തിന്റെ തുടക്കത്തിൽ 7 സത്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒന്നാമത്തെ സത്യം വശംസി വളുഹാഹ, സൂര്യനും അതിന്റെ പ്രഭയും തന്നെയാണ് സത്യം. സൂര്യൻ ശക്തമായ പ്രഭയുള്ളതാണ്. അതോടുകൂടെ രണ്ടാമത് പറഞ്ഞത് വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രൻ തന്നെയാണ് സത്യം. അതിനെ തുടർന്ന് വരുമ്പോൾ, ചന്ദ്രൻ സൂര്യനെ തുടർന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയാണ് എന്ത് പ്രകാശിക്കുന്നത്? ചന്ദ്രൻ പ്രകാശിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചന്ദ്രൻ സൂര്യനെ തുടർന്ന് വരുമ്പോൾ എന്ന് പറയാൻ കാരണം. അതോടുകൂടെ മൂന്നാമത്തെ സത്യം എന്താണ്? വന്നഹാരി ഇദാ ജല്ലാഹ, പകൽ തന്നെയാണ് സത്യം. അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ, സൂര്യപ്രകാശം മുഴുവനും പൂർണ്ണമായി നമുക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴാ? അത് കൃത്യമായി പകലിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വന്നഹാരി ഇദാ ജല്ലാഹ, പകൽ തന്നെയാണ് സത്യം, അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ എന്ന് പറഞ്ഞത്. നാലാമത്തത് വല്ലൈലി ഇദാ യഗ്ഷാഹ, രാത്രി തന്നെയാണ് സത്യം, അതിനെ മൂടുമ്പോൾ. രാത്രി എന്തു ചെയ്യുന്നു? അതിനെ മൂടി മറക്കുകയും ചെയ്യുന്നു. സൂര്യനെ പൂർണ്ണമായി അതിനെ മൂടി മറക്കുകയും ചെയ്യുന്നു രാത്രി വരുന്നതോടുകൂടെ. ഈ ഒരു അവസ്ഥയാണ് അല്ലാഹു തആല 1 മുതൽ 4 വരെയുള്ള ആയത്തുകളിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അഞ്ചാമത്തത്
വസ്സമാഇ വമാ ബനാഹ വൽ അർളി വമാ തുഹാഹ. ആകാശവും അതിനെ സ്ഥാപിച്ച മഹാശക്തിയും തന്നെയാണ് സത്യം, ഭൂമിയും അതിനെ പരത്തിയതും ആ മഹാശക്തി തന്നെയാണ് സത്യം എന്ന് പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. ആകാശത്തെ കൃത്യമായി അതിനെ നമ്മുടെ തലക്ക് മുകളിൽ ഉയർത്തി സ്ഥാപിച്ചിട്ടുള്ളത് റഹ്മാനായ റബ്ബാണ്. ഭൂമിയെ നമുക്ക് വാസയോഗ്യമായ വിധത്തിൽ നമുക്ക് കൃഷി ചെയ്യാനും വീട് വെക്കാനും നമുക്ക് സഞ്ചരിക്കുവാനും എല്ലാത്തിനും പറ്റിയ ആ രീതിയിൽ അതിനെ പരത്തിയുണ്ടാക്കിയതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മഹാശക്തി അള്ളാഹുവാണ്. അടുത്തത് ഏഴാമത്തെ സത്യം, വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ആത്മാവ് തന്നെയാണ് സത്യം, അതിനെ ശരിപ്പെടുത്തിയതും ആ മഹാശക്തിയാണ്, ആ ശക്തി തന്നെയാണ് സത്യം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. എന്നിട്ട് അതിൻ്റെ ചീത്ത കാര്യങ്ങളും തോന്നിവാസമായ കാര്യങ്ങളും അതിൻ്റെ സൂക്ഷ്മതയും റഹ്മാനായ റബ്ബ് തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന കൃത്യമായ പാഠം നമ്മെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, നമുക്കെല്ലാ അവയവങ്ങളും ഓരോ സ്ഥലങ്ങൾക്ക് യോജ്യമായ രീതിയിൽ വളരെ കൃത്യമായ, മറ്റൊരാൾക്കും ചെയ്തു തരാൻ കഴിയാത്ത അത്രയും സൂക്ഷ്മമായ നിലയിൽ നമ്മുടെ ആകൃതിയും എല്ലാം വളരെ സൗന്ദര്യമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ശരിപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് അല്ലാഹു തആല 5, 6, 7 ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ 9, 10 ആയത്തുകളിലൂടെ ഈ സത്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്ന ശക്തമായ ഒരു താക്കീതുണ്ട്. എന്താണ് ആ താക്കീത്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആത്മാവിനെ ആര് പരിശുദ്ധമാക്കിയോ അവൻ ഭാഗ്യം പ്രാപിച്ചു, അതിനെ ആര് കളങ്കപ്പെടുത്തിയോ അവൻ തീർച്ചയായും പരാജയപ്പെടുകയും ചെയ്തു. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഈ ആയത്തുകൾ ഇങ്ങനെ പഠിച്ചു പോയാൽ പോരല്ലോ, മറിച്ച് നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ ഹൃദയം അത് പരിശുദ്ധമാണോ അതല്ല അത് പരാജയപ്പെട്ട ഹൃദയമാണോ എന്ന് ഞാനും നിങ്ങളും നമുക്കൊക്കെ അറിയാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു അവയവമാണ് ഹൃദയം. ശരീരത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ഹൃദയമാണ്. ശരീരത്തിന്റെ നേതാവാണ് ഹൃദയം എന്ന് പറയാം. മനുഷ്യരാകുന്ന എന്റെയും നിങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് ആവശ്യമായ രക്തത്തിന്റെ പ്രധാന പ്രവർത്തനം നടക്കുന്നതും ഹൃദയത്തിലൂടെയാണ്. ഹൃദയത്തിന്റെ ചലനം നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഹൃദയത്തിന്റെ ചലനം ഉണ്ടാകുന്നത്. മനുഷ്യന് ആ ഹൃദയത്തിന്റെ ചലനത്തിൽ ഒരു പങ്കുമില്ല. മറ്റുള്ളത് അവയവങ്ങൾക്ക് കയ്യിനും കാലം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നതിനനുസരിച്ച് നടക്കാനും കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് കഴിയും. പക്ഷെ ഹൃദയത്തിനെ സ്വാധീനിക്കുവാനോ ആ ഹൃദയത്തിനെ അതിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുവാനോ നമുക്ക് കഴിയില്ല. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം ഉറവിടം ഹൃദയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഹൃദയത്തിന് വ്യത്യസ്തമായിരിക്കുന്ന അവസ്ഥകളുണ്ട്. നമ്മുടെ ഹൃദയത്തിന് വ്യത്യസ്തങ്ങളായ അവസ്ഥകളുണ്ട്. ചിലപ്പോൾ അത് വളരെ ലോലമാകും, ചിലത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് കരച്ചിൽ വരും, അല്ലെ, വിങ്ങിപ്പൊട്ടി കരയാറുണ്ട്. ഹൃദയത്തിന് വ്യത്യസ്തങ്ങളായ അവസ്ഥകളാണ്. ചിലപ്പോൾ അത് ലോലമാകുന്നു, ചിലപ്പോൾ അത് അതിശക്തമായ കാഠിന്യമുള്ളതാകുമ്പോൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാനും ചീത്ത പറയാനോ ആ രീതിയിൽ കാഠിന്യമുള്ള ഹൃദയങ്ങൾ ആയി മാറാറുണ്ട്. ചിലപ്പോൾ എല്ലാ ഹൃദയങ്ങളും ഒരുപോലെയല്ല. ചില ഹൃദയങ്ങൾ കൃത്യമായി വിശ്വസിക്കേണ്ടതെല്ലാം വിശ്വസിക്കുന്നവരാണ്. ചിലപ്പോൾ ആ ഹൃദയം നിഷേധിക്കുന്നു, ചിലപ്പോൾ അത് ഗഫ്ലത്തിലാകുന്നു, അലസമായി ഒന്നിനെയും മൈൻഡ് ചെയ്യാതെ ഒന്നിനെയും പരിഗണിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. ചിലപ്പോൾ വളരെ ഊർജ്ജസ്വലതയുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നു. അഥവാ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ത് ഹൃദയം എന്ന് പറയുന്നത്. ഖൽബ് എന്നാണ് അറബിയിൽ ഹൃദയത്തിന് പറയാം. കൽബ് എന്ന് പറഞ്ഞാൽ കാറ്റ് കാറ്റത്തൊരു തൂവൽ തൂക്കിയിട്ടാൽ ആ കാറ്റടിക്കുമ്പോൾ തൂവൽ എങ്ങനെയെല്ലാം മാറി മറിയുന്നുണ്ടോ അതുപോലെ മാറി മറിയുന്നതാണ് ഹൃദയം എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഒരിക്കലും ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കുകയില്ല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തീർച്ചയായും ഹൃദയങ്ങൾക്ക് ഒരു മുന്നിടലും പിന്തിരിയലുമുണ്ട്. ശക്തമായി മുന്നിടുമ്പോൾ ഒരു പിന്തിരിച്ചിൽ എല്ലാ ഹൃദയങ്ങൾക്കുമുണ്ട്. അതിനാൽ അത് മുന്നിടുമ്പോൾ നിങ്ങൾ അതിനെ സ്വീകരിക്കുക. എന്തും ചെയ്യാൻ തയ്യാറുള്ളപ്പോൾ, മനസ്സുവല്ലാതെ അതിലേക്ക് കൊതിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ സ്വീകരിക്കുക. പിന്തിരിയുമ്പോൾ അതിനെ നിങ്ങൾ വിട്ടേക്കുക. ഹൃദയങ്ങൾക്ക് നിങ്ങൾ ആശ്വാസം നൽകണം. കാരണം അത് വെറുത്താൽ അന്ധനായി മാറുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും.
ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ, ക്ലാവ് പിടിക്കുന്നത് പോലെയുള്ള അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഈ നമ്മൾ കാണാത്ത ഏറ്റവും പരിശുദ്ധമായ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും നേതാവായ ഹൃദയത്തിന് ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ, ക്ലാവ് പിടിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ, അതിന്റെ പഠനങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും കൃത്യമായ മാർഗം. നമ്മുടെ ഹൃദയം നന്നാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലൂടെ ഞാനും നിങ്ങളുമൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്, വർഷങ്ങളായി നമ്മൾ തുടർന്നു വരുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാവിധ അഴുക്കുകളും ഇല്ലാതെയാക്കാൻ വിശുദ്ധ ഖുർആനിന്റെ പഠനവും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അതേ പ്രകാരം റഹ്മാനായ റബ്ബ് അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളുമെല്ലാം ഇരുമ്പ് കൃത്യമായി നമ്മുടെ ഹൃദയ രോഗങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയത്തെ നന്നാക്കാനുള്ള ശ്രമവും അധ്വാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എപ്പോഴും ആവശ്യമാണ്. കൃത്യമായി ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. എൻ്റെ ഹൃദയം എങ്ങനെയാണ്? അതിൽ വല്ല അഴുക്കുകളുമുണ്ടോ? വല്ല പൊടിപടലങ്ങളുമുണ്ടോ? അതല്ല, അത് കൃത്യമായി ശുദ്ധമാണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നമുക്ക് കാണാലോ, വഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും. അത് ചീത്തയായാലോ പിന്നെ വേറെന്ത് നന്നായിട്ടും കാര്യമില്ല, എത്ര പ്രാവശ്യം കുളിച്ചിട്ടും പല്ല് വെച്ചിട്ടും കാര്യമില്ല. ഹൃദയം ചീത്തയാണെങ്കിൽ അവന്റെ ശരീരം മുഴുവനും ചീത്തയാണ്. ഏറ്റവും നിങ്ങളുടെ ശരീരത്തിലുള്ള ഏറ്റവും പരിശുദ്ധമായി നന്നാകേണ്ടത് അത് ഹൃദയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഷിർക്ക് ഉണ്ടാകരുത്, കാപട്യത്തിന്റെ നിഫാഖിന്റെ അംശങ്ങൾ ഉണ്ടാകരുത്. പേരുകൊണ്ട് മുസ്ലിമായാൽ പോരാ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അതുണ്ടാകണം, ഇസ്ലാമിയത്തുണ്ടാകണം. വിശുദ്ധ ഖുർആൻ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, ഞാനും അതിന്റെ ആളാണെന്ന് പറയാൻ വേണ്ടി പഠിച്ചാൽ പോരാ, മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കാപട്യം പൂർണ്ണമായി ഒഴിവാക്കുക. ഞാൻ ഏറ്റവും വലിയവനാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എന്നെ കവച്ചു വെക്കാൻ ആരുമില്ല, ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല എന്ന ഒരു സ്വയം പെരുമ ഒരിക്കലും ഉണ്ടാകരുത്. അഹങ്കാരം ഒഴിവാക്കണം. അസൂയ തുടങ്ങി എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനെയുള്ള ശുദ്ധമായ ഹൃദയത്തിനാണ്, എല്ലാവിധ ഹൃദയ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയത്തിനാണ് അൽ ഖൽബുസ് സലീം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സലീമായ ഹൃദയത്തോടുകൂടെ, രക്ഷപ്പെട്ട ഹൃദയത്തോടുകൂടെ റഹ്മാനായ റബ്ബിങ്കലേക്ക് ആര് വന്നുവോ അവൻ രക്ഷപ്പെട്ടവനാണ്, അവനാണ് സ്വർഗത്തിന്റെ അവകാശി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ കൃത്യമായ പാഠം അതാണ്, നമ്മുടെ ഹൃദയമാണ് നന്നാകേണ്ടത്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ശാന്തി, സമാധാനം ഉണ്ടാകുന്നത് അത് ഹൃദയത്തിലാണ്. വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയുണ്ടാകും. ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത് അത് ഹൃദയത്തിലാണ്. സമാധാനം, ശാന്തി ഹൃദയത്തിലാണ്, സമാധാനം ഹൃദയത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേ പ്രകാരം അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും ഭയവും ഉണ്ടാവുക അതെവിടെയാ? അത് ഹൃദയത്തിലാണ്. പിന്നെ അതേ പ്രകാരം അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുക എന്തിനാണ്? അത് ഹൃദയത്തിനാണ്. കീഴൊതുങ്ങലിന്റെ ബന്ധം ഹൃദയവുമായിട്ടാണ്. ഈ ഒരു സത്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സഹാ. ആരുടെയെങ്കിലും ആ ഹൃദയം ശുദ്ധമായാൽ തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. ആരുടെയെങ്കിലും ഹൃദയം അത് ദുഷിച്ചു പോയാൽ തീർച്ചയായും അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ആ ശക്തമായ താക്കീത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഹൃദയത്തെ നന്നാക്കണം. ഹൃദയത്തെ നന്നാക്കാൻ നമുക്ക് കഴിയണം. ഹൃദയം 2 തരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒന്നാമത്തത് സുരക്ഷിതമാക്കപ്പെട്ട ഹൃദയമാണ്. 2 രോഗം ബാധിച്ച ഹൃദയം, കുറ്റമറ്റ ഹൃദയം, ഖൽബുൻ സലീം എന്ന് പറയുന്ന ആ ഒരു ഹൃദയത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് കഴിയണം. തൗഹീദ് കൊണ്ട് ആത്മാർത്ഥമായ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, എല്ലാത്തിനും കഴിവുള്ള റബ്ബിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക തൗഹീദുള്ളവനായി മാറാൻ നമുക്ക് കഴിയണം. എന്നാൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകും. പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന്, ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് മുക്തമായ ഹൃദയത്തിന്റെ വാക്താക്കളായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും മാറാൻ കഴിയണം. ശരീരത്തിന്റെ ബാധിക്കുന്ന ദുർബലതയാണ് രോഗം, അല്ലേ? ശരീരത്തിനെ ബാധിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന രോഗങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. അത് ശരീരത്തിന്റെ ഒരു ദുർബലതയാണ്. ഇതേപോലെ തന്നെ അത് ഹൃദയത്തെയും ബാധിക്കും. ശരീരത്തെ ബാധിക്കുന്ന രോഗത്തെക്കാൾ ഏറ്റവും കഠിനവും ഗൗരവമേറിയതാണ് ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ.
കാരണം എന്താ? ശരീരത്തിന്റെ രോഗങ്ങളെ ചികിത്സയിലൂടെ സുഖപ്പെടുത്താൻ കഴിയും. അത് പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും. സ്കാനിങ്ങിലൂടെ, എക്സ്റേയിലൂടെ, അതുപോലെ സാങ്കേതിക വിദ്യകളിലൂടെ അതിനെ കണ്ടെത്താൻ കഴിയും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ബാധിച്ചിട്ടുള്ള മഹാമാരിയാകുന്ന വലിയ 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 രോഗങ്ങളെ അതൊരിക്കലും കണ്ടെത്തുക കഴിയില്ല. മാത്രവുമല്ല, ശരീരത്തിന് ബാധിച്ച രോഗങ്ങൾ ഒരിക്കലും നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുകയില്ല. ഇപ്പോൾ ഒരു ക്യാൻസറോ അതല്ലെങ്കിൽ കിഡ്നി രോഗമോ അതല്ലെങ്കിൽ നിത്യരോഗികളോ അങ്ങനെയൊക്കെ ആയാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്നും നമ്മുടെ പരലോകത്തെ ബാധിക്കില്ല. മാത്രവുമല്ല, രോഗം അല്ലാഹു തആല രോഗം കൊണ്ട് പരീക്ഷിക്കുകയും പിന്നീട് ആ രോഗത്തിൽ ക്ഷമിക്കുകയും ചെയ്താൽ നമുക്കത് മുഖേന നന്മകളാണ് ഉണ്ടാവുക. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും നമ്മുടെ പദവികൾ ഉയരാനും കാരണമാകും. അപ്പൊ ശാരീരികമായ രോഗങ്ങൾ ഒരിക്കലും നമ്മുടെ പരലോകത്തെ ബാധിക്കില്ല. പക്ഷേ ഹൃദയത്തിൽ ഒരു രോഗമുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ പരലോകത്തെയാണ് ബാധിക്കുക. ദുനിയാവിനെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് നമ്മുടെ പരലോകത്തെ ബാധിക്കുമെന്ന ആ ഒരു കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ ദുനിയാവും നഷ്ടപ്പെടും, നമ്മുടെ പരലോകവും നഷ്ടപ്പെടും. അതുകൊണ്ട് ഹൃദയത്തിന് രോഗം ബാധിച്ച ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്നവർ, മേലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തിന്മകളിലൂടെ ഹൃദയത്തിന്റെ വിശുദ്ധിയെ കാത്തു സംരക്ഷിക്കാത്ത ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിലൊന്നും ഞാനും നിങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുവാൻ തീർച്ചയായും നമുക്ക് കഴിയണമെന്ന മഹത്തായ പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. പാപങ്ങളില്ലാത്ത, തിന്മയില്ലാത്ത, ചീത്ത സ്വഭാവങ്ങളുടെ ഒരു അംശവും കടന്നു വന്നിട്ടില്ലാത്ത, ചീത്ത വിശ്വാസങ്ങളില്ലാത്ത, ബിദ്അത്തുകളും ശിർക്കും അന്ധവിശ്വാസങ്ങളും ജീവിതത്തിലേക്ക്, മനസ്സുകളിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ഏറ്റവും സംസ്കരിക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉടമയാണ് ഞാനെന്ന് ഓരോ സഹോദരങ്ങളും ഓരോ സഹോദരിമാരും ഉറപ്പുവരുത്താൻ കഴിയണം. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സഖാഹ വഖദ് ഖാബ മൻ ദസ്സഹ. ഹൃദയത്തിനെ ആര് ശുദ്ധീകരിച്ചുവോ അവൻ വിജയിച്ചവനാണ്. അതേ പ്രകാരം ഹൃദയത്തിനെ ആരെങ്കിലും ദുഷിപ്പിച്ചു കളഞ്ഞാൽ, അവന്റെ ഹൃദയം ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ ഏറ്റവും വലിയ നഷ്ട സംഭവിച്ചവനാണ് എന്ന ആ ഒരു ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക. നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അതോടുകൂടെ ഈ രണ്ട് ആയത്തുകൾ മുകളിലുള്ള ആ ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ ഈ 2 ആയത്തുകൾ ഏത് സമയത്തും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക. ഉറ്റാലോചിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയും അതിന്റെ അർത്ഥം ചിന്തിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയ വിശുദ്ധീകരണം നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതോടുകൂടെ അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുത് റബ്ബേ. നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണേ. തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു എന്ന വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന പതിവാക്കുവാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയ വിശുദ്ധീകരണം നേടിയെടുക്കുന്ന യഥാർത്ഥ വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൃദയ രോഗങ്ങളെ കൊണ്ട്, ഹൃദയം ചീത്തയായ അത് കാരണം പരാജയപ്പെട്ട ആളുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ